ിട്ടുണ്ട് ജാമ്യത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കോടതി പിന്നീട് തീരുമാനിക്കട്ടെ. ഇപ്പം ഞങ്ങൾ മാനസികമായിട്ട് ഞങ്ങൾ വളരെയധികം തളർന്നിരിക്കുകയാണ്. ഞങ്ങളെ വീണ്ടും വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. പിന്നെ എല്ലാവരും പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ, എല്ലാ വീട്ടിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട്. അങ്ങനെ ഫിലിപ്പ് മമ്പാടിൻ്റെ ഭാര്യയും മകളും ഒരു മെയിൻ സ്ട്രീം ചാനലിനോട് അവസാനം സംസാരിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് ഒരു മെയിൻ സ്ട്രീം ചാനലിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്നുള്ളൊരു സംശയം എനിക്ക് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ തന്നെ തോന്നി. കാരണം വേറൊരു ചാനലിലും ഞാൻ കണ്ടില്ല. ഇനിയും പുറകെ വരുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യാനിരിക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ ആകെ ഒരൊറ്റ ചാനൽ മാത്രമേ ഫിലിപ്പ് മമ്പാടിൻ്റെ ഭാര്യയെയും മകളെയും കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടുള്ളൂ. പിന്നെ പല ആളുകളും ഉന്നയിച്ചതുപോലെ ഫിലിപ്പ് മമ്പാട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി പിരിഞ്ഞു താമസിക്കുകയായിരുന്നു എന്ന് പറയുന്ന കള്ളങ്ങളൊക്കെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ. പിന്നെ ഈ അദ്ദേഹം എന്നൊക്കെ വിളിക്കുന്ന ചില ആളുകൾക്ക് ഇപ്പം ഇഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, എനിക്കറിയില്ല. കോടതി പുള്ളിയെ കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ കുറ്റക്കാരനാണെന്ന് പറയുന്ന ദിവസം അദ്ദേഹം എന്ന് ഞാനും ആ മനുഷ്യനെ വിളിക്കുന്നത് അങ്ങ് നിർത്താം. ഓക്കെ, പക്ഷെ ഇപ്പൊ ഇരിക്കട്ടെ അദ്ദേഹം എന്ന ആ ഒരു വാക്ക്. അപ്പൊ പറഞ്ഞു വന്നത്, പുള്ളിയുടെ ഭാര്യയും മകളും മെയിൻ സ്ട്രീം ഒരു ചാനലിനോട് സംസാരിച്ചപ്പോൾ അവര് പറയുന്നുണ്ട്, ഞങ്ങള് പുള്ളിയായിട്ടൊരു പ്രശ്നവും ഇല്ല, എല്ലാ കുടുംബത്തിലും ഉള്ള പോലെ ചെറിയ തട്ടും മുട്ടലും ഒക്കെ ഞാനും എൻ്റെ ഭർത്താവുമായിട്ടുണ്ട്, അതല്ലാതെ പുള്ളിയുമായിട്ട് അങ്ങ് പിരിഞ്ഞിരിക്കുക എന്നൊക്കെ ആൾക്കാർ പറഞ്ഞിറക്കുന്നത് അതെന്ത് കണ്ടിട്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് ആ ലേഡി തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവര് നിയമപരമായിട്ട് പോവുകയാണ്. പോട്ടെ, ഈ ഫിലിപ്പ് മമ്പാടിന്റെ ഒരു വോയിസ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വോയിസ് ക്ലിപ്പൊക്കെ. അതിനകത്തുനിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അച്ചായൻ ഇച്ചിരി പഞ്ചാരക്കുഞ്ചുവാണ്, ഒരു കോഴിയാണ്. ഇനി ആ വോയിസ് ക്ലിപ്പ് വരെ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അത് പോലീസ് തന്നെ തെളിയിച്ചാലേ പറ്റുള്ളൂ. കാരണം ഞാനോ നിങ്ങളോ ഒന്നും ഈ പറയുന്ന സംഗതി നേരിട്ട് കണ്ടവരല്ല. മനസ്സിലായില്ലേ? പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പരാതി കൊടുത്ത അവരുടെ ആ ഒരു സൈഡിൽ നിന്ന് പറയുന്ന, അല്ലെങ്കിൽ അവരെ അറിയാവുന്ന ചില ആളുകൾ പറയുന്ന കുറച്ച് കാര്യത്തിനകത്തൊക്കെ എന്തോ ചെറിയ പെശക് പോലെ എനിക്ക് തോന്നി. പിന്നെ ഫിലിപ്പ് മമ്പാട് ചെറിയൊരു പുള്ളിയൊന്നും അല്ല, ഒരു പോലീസുകാരനായിരുന്നു. അതിനുശേഷം ലഹരി വിരുദ്ധത ഉദ്ധരിക്കാനായിട്ട് ഇറങ്ങി. കൂടാതെ കൗൺസിലിംഗ് പരിപാടി, ഇങ്ങനെ പല പരിപാടികളുണ്ട്. ശത്രുക്കൾ കാണാം, പക്ഷെ ശത്രുക്കൾ ഇത് ചെയ്യിപ്പിച്ചതാണ് ഞാൻ അങ്ങനൊന്നും പറയുന്നില്ലേ, നമുക്കറിയാൻ പാടില്ല. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കണം. കാരണം ഈ സോഷ്യൽ മീഡിയ വഴി പല ആളുകളും പറഞ്ഞ പല കഥകളും അതൊക്കെ പൊളിച്ചെടുക്കുന്ന തരത്തിലാണ് അവർ പറയുന്നത്. നമുക്ക് എന്തായാലും അതൊന്ന് കേൾക്കാം. പുള്ളിയുടെ ഭാര്യയും മകളും അല്ലേ, അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് നമുക്ക് കേട്ടല്ലേ പറ്റൂ. അപ്പോൾ അതാ ഈ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും നമ്മുടെ കമന്റ് ബോക്സിന്റെ അവിടെ, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഇനി ഓൺ ടു വീഡിയോ. വലിയ പ്രചാരണങ്ങളാണല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിൽ. കുടുംബം കൂടെയുണ്ട് എന്ന് തന്നെ ഒരു വലിയ സന്ദേശമാണോ നൽകുന്നത്? അതെ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 22-23 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. ഈ കേസ് നിയമപരമായിട്ടുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. അതെ, വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ജാമ്യത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കോടതി പിന്നീട് തീരുമാനിക്കട്ടെ. ഇപ്പം ഞങ്ങൾ മാനസികമായിട്ട് ഞങ്ങൾ വളരെയധികം തളർന്നിരിക്കുകയാണ്. ഞങ്ങളെ വീണ്ടും വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. ഇനി മകൾ പറയുന്നത് കേൾപ്പിക്കാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ, അല്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണമെന്നാണല്ലോ പറയുന്നത്. ആ കരയുന്ന, ആ വിങ്ങിപ്പൊട്ടുന്നവരും ഒരു സ്ത്രീയല്ലേ? അവരുടെ കണ്ണീരും കൂടെ നമ്മളെല്ലാവരും ഒന്ന് കാണണ്ടേ? അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. കുറേ പേര് ഇപ്പം എന്നെ കല്ലെറിയാൻ ഓടി വരും, അവരോടാ. അവരും കരയുന്നത്, അതും കൂടെ നമ്മളൊന്ന് കണ്ണു തുറന്ന് കാണണ്ടേ? പുള്ളി ഞാൻ പറഞ്ഞ പോലെ കള്ളനാണോ, പുള്ളി നീചനാണോ, പുള്ളി നല്ലവനാണോ, ഇതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ പുറത്തു വരുന്ന കഥകൾ, ഞാൻ ആദ്യമേ കേട്ടൊരു കഥ, പുള്ളിയും പുള്ളിയുടെ വൈഫും സെപ്പറേറ്റഡ് ആണ്, രണ്ടുപേരും രണ്ട് വഴിക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നത് ആ സ്ത്രീയാണ്. ഇതാ ഇപ്പൊ അവര് തന്നെ നേരിട്ട് വന്ന് പറയുന്നുണ്ട്. ഇനി ആ മോൾക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം, എന്നിട്ട് ബാക്കി.
നമ്മളിപ്പോൾ നിയമപരമായിട്ട് ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ട് നാസർ വക്കീലിനെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം പറയുന്നത് നമുക്ക് നിരപരാധിത്വം തെളിയിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൽ അപ്പുറം കൂടുതലൊന്നും നമുക്ക് ഇനിയിപ്പോൾ പറയാനില്ല. കുടുംബം കൂടെയുണ്ട് എന്ന് തന്നെയാണ്. കുടുംബം കൂടെയുണ്ട്. കുടുംബം പപ്പയുടെ കൂടെയാണ്, ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. യാതൊരു പ്രശ്നങ്ങളും പപ്പയ്ക്കില്ല. മറ്റു പ്രചാരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. മറ്റ് പ്രചാരണങ്ങൾ പറയുന്നവരെ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. സത്യാവസ്ഥ എന്താ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. സത്യാവസ്ഥ എന്താണ് എന്ന് അപ്പം നിങ്ങൾക്കറിയാമോ? നിങ്ങൾ പപ്പയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തോളൂ. പുള്ളി തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, വേറെ ആരും കാണത്തില്ല. മനസ്സിലായില്ലേ? പക്ഷെ പുള്ളി തെറ്റുകാരനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു പപ്പയെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കല്ലേ മോളെ. അതും കൂടെ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. വീണ്ടും പറയുന്നു, പുള്ളി തെറ്റുകാരനാണോ അല്ലയോ എനിക്കറിയില്ല. നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ ആർക്കും, എനിക്കോ നിങ്ങൾക്കോ ഒരിക്കലും അങ്ങോട്ട് എഴുതി അങ്ങോട്ട് അടിവരയിട്ട് ഒപ്പിട്ട് വെക്കാൻ പറ്റത്തില്ല പുള്ളി കള്ളനാണ്, പുള്ളി ദുഷ്ടനാണ്. കാരണം നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ ആരും ഇതിനകത്തൊന്നും അഫക്റ്റ് ചെയ്ത ആളുകളല്ല. പിടികിട്ടിയില്ലേ? അഫക്റ്റ് ചെയ്യുന്ന ആളുകൾ വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് സത്യാവസ്ഥ ഉണ്ടെന്ന് കോടതിക്ക് തോന്നിയാൽ കോടതി ശിക്ഷിക്കും. പിടികിട്ടിയോ? അതുപോലെ തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് സർക്കിളിൽ ചില ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടു, പുള്ളി അത്ര വിചാരിക്കുന്നത്ര നല്ല ടീമൊന്നും അല്ല, ഇച്ചിരി ഉടായ്പൊക്കെ ഉണ്ട്, ചില ആളുകൾക്ക് പുറത്ത് വന്ന് തുറന്ന് പറയാൻ താല്പര്യമില്ലാതെ നിൽക്കുന്ന കുറേ ആളുകളുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു. കാണുമായിരിക്കും, എനിക്കറിയില്ല. ഈ കേസിലെങ്കിലും ഒരു സത്യാവസ്ഥ, ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കേസ് സ്ട്രോങ് ആണെങ്കിൽ പുള്ളി ശിക്ഷിക്കപ്പെടുമല്ലോ. തെളിവുകൾ കിട്ടിയാൽ പുള്ളി ശിക്ഷിക്കപ്പെടുമല്ലോ. ശിക്ഷിക്കപ്പെടട്ടെ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതുപോലെ തന്നെ പ്രധാനമാണ്, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ മനുഷ്യനകത്ത് പോകരുത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയും. ചുമ്മാതെ ഒരു പുരുഷനെതിരെ ഒരു കേസ് കൊടുത്തിട്ട് ചുമ്മാ പിടിച്ച് അകത്തിരുന്ന ആ പരിപാടി, അത് ആര് ചെയ്താലും, ഈ കേസിലെന്നല്ല ഞാൻ മൊത്തത്തിൽ പറയുക, ആര് ചെയ്താലും ആ പരാതി കൊടുക്കുന്നവർ, ഈ കേസിനെ വെച്ചിട്ടല്ലേ പറയുന്നത്, ഞാൻ ടോട്ടലി പറയുകയാണ്, പരാതി കൊടുക്കുന്നവർ, അവർ കൊടുക്കുന്ന പരാതി ഫേക്ക് ആണെന്ന് തെളിഞ്ഞാൽ പരാതി കൊടുക്കുന്നവർക്ക് തക്കതായ ശിക്ഷ കിട്ടണം. തക്കതായ ശിക്ഷ കിട്ടണം. ഇല്ലെങ്കിൽ ഈ നാടുണ്ടല്ലോ മുടിഞ്ഞു പോവും. ഓരോ ദിവസവും ഇതുപോലത്തെ പല കേസുകൾ. ഇന്നിപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എടപ്പള്ളിയിലെ KSRTC ബസ്സിൽ ഒരു മോൻ ഒരു ലേഡിയോട് കാണിച്ച വൃത്തികേട്, അതിനെപ്പറ്റി പറയുന്നുണ്ട്. ആ ലേഡി പക്ഷേ വേറെ ആരെയും കാണിച്ചതുപോലെ ഫോണൊന്നും എടുത്ത് മറ്റേ പകർത്തി റീച്ച് ആ പരിപാടിയൊന്നും അല്ലായിരുന്നു. അവർ നേരിട്ട് കണ്ടക്ടറിൻ്റെയും ഡ്രൈവറിൻ്റെ അടുക്ക പറഞ്ഞു, എല്ലാവരും കൂടെ കയ്യോടെ പൊക്കി. അവർ കുറേ തവണ ആ വ്യക്തിയോട് പറഞ്ഞു തുടരുത്, മാറിയിരിയടാന്ന്. കേട്ടില്ല അവൻ. നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇട്ടു. ഇങ്ങനെ വേണം ചെയ്യാൻ. ഇങ്ങനെ ചെയ്താൽ കൈയടിക്കും ഞാൻ. പക്ഷെ അതല്ലാതെ റീച്ചിന് വേണ്ടിയിട്ടൊക്കെ ചില ആൾക്കാർ ചെയ്ത് വീണ്ടും ഓർപ്പിക്കണ്ടല്ലോ അതിനെപ്പറ്റിയൊന്നും. അതുപോലെ തന്നെ ഇത് എനിക്കറിയില്ല ഇതിൻ്റെ സത്യാവസ്ഥ. ആ അമ്മയും മകളും പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അവരൊക്കെ അദ്ദേഹത്തിന് കൂടെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അറിഞ്ഞത് ഇവരാരും പുള്ളിയുടെ കൂടെ അല്ല എന്നാണ്. സോ ആ ഒരു കഥ തന്നെ ഇവിടെ പൊളിഞ്ഞു. ബാക്കി ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. ഇപ്പൊ എന്താണെങ്കിലും നമുക്ക് ബാക്കി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാം. അപ്പോൾ ഇത് നമുക്കെന്ന് പറയുന്നത് കോടതിയുടെ മുമ്പിൽ തെളിയിക്കുക മാത്രമേ നമ്മളുടെ ഉത്തരവാദിത്തമേ ഉള്ളൂ. ഇപ്പോൾ അതിപ്പോൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അഭിഭാഷകൻ ശ്രീ യാസിർ കൂടി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. എന്താണ് കേസിന്റെ നിലവിലൊരു അവസ്ഥ? പ്രധാനമായിട്ടും എനിക്കും ഈ കുടുംബം കൂടെയില്ല എന്നുള്ള വ്യാപകമായ പ്രചരണം കാണുന്നു. അത് തെറ്റാണെന്നുള്ളതാണ് എനിക്കും ബോധ്യപ്പെട്ടിട്ടുള്ളത്. കാരണം അപ്പോൾ നമുക്ക് ഈ കേസിൻ്റെ തുടക്കം തൊട്ട് ഇതിൻ്റെ നിയമപരമായ എല്ലാ കാര്യങ്ങൾക്കും, ജാമ്യാപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുടുംബം, പ്രത്യേകിച്ച് ഭാര്യയും മക്കളും തന്നെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളതും. ബാക്കി തുടർന്നുള്ള കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും കുടുംബമാണ്. അപ്പോൾ അവർ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രതിയുടെ ആരോപിക്കപ്പെടുന്ന കുറ്റം അത് നിരപരാധിത്വം കോടതി മുമ്പാകെ തെളിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി എന്നിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിയമപരമായി നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ എത്രയും പെട്ടെന്ന് ജാമ്യത്തിൽ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു അഭിഭാഷകൻ എന്ന രൂപത്തിൽ നിങ്ങളുടെ എന്താണ്, നിങ്ങൾ ആരുടെ കേസാണോ എടുത്തിരിക്കുന്നത് അവരെ നിങ്ങൾ മാക്സിമം ഇറക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കും, ചെയ്യുക. പക്ഷേ ഇവിടെ അഭിഭാഷകനാണ് അദ്ദേഹത്തിൻ്റെ, അതായത് നമ്മുടെ ഈ ഫിലിപ്പ് മമ്പാടിന് വേണ്ടി വാദിക്കാൻ പോകുന്ന വക്കീലാണ്. പുള്ളിയും പറയുന്ന കാര്യങ്ങൾ കേട്ടല്ലോ. പുള്ളിയും ഒരു സാക്ഷിയെ പോലെയാണ് പുള്ളി പറയുന്നത്. ആദ്യം അതായത് ഈ സോഷ്യൽ മീഡിയയിലൊന്നും പറയുന്ന കണക്ക് പുള്ളിയുടെ ഭാര്യയും മകളും തിരിഞ്ഞു നോക്കാഴുകയില്ല, അവരാണ് കേസിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി എൻ്റെ അടുക്കലും വന്നത്, പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങുന്നത് അവരാണ്. ഇത് കഴിഞ്ഞ ദിവസമേ നമ്മൾ അറിഞ്ഞതാണ്. വക്കീലിൻ്റെ അടുക്ക ചെന്നത് ഇവർ തന്നെയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അവർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള വാദങ്ങളൊക്കെ ഇവിടെ എടുത്തങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി പിടികിട്ടിയോ? നമുക്ക് ബാക്കി കേൾക്കാം.
കേസിന്റെ സ്ഥിതി എങ്ങനെയാണ് നിലവിൽ? അല്ല, കേസിന്റെ കൂടുതൽ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം എന്നുള്ള രൂപത്തിൽ, ഒരു അഭിഭാഷകൻ എന്നുള്ള രൂപത്തിൽ എനിക്ക് അതിൻ്റെ മെറിറ്റിലേക്ക് കടക്കാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും ഇവരുടെ കുടുംബമൊക്കെ പറയുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ തെളിയിക്കാൻ അതിൻ്റെ മാക്സിമം പരമാവധി നമ്മൾ ശ്രമിക്കും. ഇപ്പോൾ ഈ പല പ്രചാരണങ്ങളും നടക്കുന്നത് താങ്കൾ ഫിലിപ്പ് സാറിൻ്റെ കൂടെയല്ല, വേറെയാണ് താമസിക്കുന്നത്, വീട്ടിൽ ആരുമില്ല, അത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ് നടക്കുന്നത്. എനിക്കൊരു ബിസിനസ് ഉണ്ട്, അതിൻ്റെ കാര്യത്തിന് ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു വരാറുണ്ട്. അവിടെ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ നിൽക്കും. അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. പിന്നെ എല്ലാവരും പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ, എല്ലാ വീട്ടിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട്. അതിപ്പോൾ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലും കാണും, അത് സ്വാഭാവികമല്ലേ. കുടുംബത്തിൽ പ്രശ്നങ്ങളിൽ കുടുംബം ഇല്ല, അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. ഈ കേസ് ആസൂത്രിതമാണ് അങ്ങനെ എന്തെങ്കിലും കരുതുന്നുണ്ട് പരാതിയെ കുറിച്ച്? അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കേസ് നടക്കട്ടെ. കേസ് നടക്കട്ടെ, കോടതി തെളിയിക്കട്ടെ. അതുപോലെ തന്നെ അവർ പറയുന്നത് കേട്ടല്ലോ, കുടുംബ പ്രശ്നം എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ടല്ലോ. കുടുംബ പ്രശ്നമുണ്ട്, കുടുംബ പ്രശ്നം ഇല്ല എന്നൊന്നും അല്ല. ആ ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകന്റെ അണ്ണാക്കി തന്നെ കൊടുക്കുന്നില്ലേ? നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ വീട്ടിലും ഇല്ലേ? ഈ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലും കാണുമല്ലോ. ഉണ്ട്. ഈ സംസാരിക്കുന്ന എൻ്റെ വീട്ടിൽ കാണുമല്ലോ, കാണുന്ന നിങ്ങളുടെ വീട്ടിൽ കാണുമല്ലോ. എല്ലാവരുടെയും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും, മനസ്സിലായോ? അവരുടെ വീട്ടിലും അതുണ്ട്. ആ വ്യക്തിക്കെതിരെ ഒരു കേസ് വന്നപ്പോഴത്തേക്ക് അതൊക്കെ അങ്ങോട്ട് പൊക്കിയെടുത്ത് അങ്ങോട്ട് ഇല്ലാതാക്കുന്ന എൻ്റെ പൊന്നെ, അയൽക്കൂട്ടം അമ്മാവന്മാരും അമ്മായിമാരും എന്ന് തന്നെ വിളിക്കണം. എല്ലാവരെയും അല്ല കേട്ടോ, ചില ആൾക്കാർ ഉണ്ട്. കോടതി പറയട്ടെ എന്ന് വെച്ചിട്ട് കോടതിയിൽ എടുത്തുന്ന എല്ലാ കേസിലും നമുക്ക് എല്ലാവർക്കും തൃപ്തി ഉണ്ടാവണമെന്നല്ല. പക്ഷെ ഇവിടെ എന്തൊക്കെയോ ചെറിയ വശപ്പശകുകൾ തോന്നുന്നു ഈ കേസിൽ. കോടതി പറയട്ടെ, മനസ്സിലായോ? കോടതിയാണ് ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടത്. അല്ല നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് കല്ലെറിയായിരുന്നു ഇപ്പം വേണമെങ്കിൽ ഞാനും കൂടെ നിങ്ങളുടെ കൂടെ ഞാനും നിൽക്കായിരുന്നു എറിയാൻ. അറ്റ്ലീസ്റ്റ് പുള്ളിക്കെതിരെ വന്ന ഈ കഥകളുണ്ടല്ലോ, അതല്ല, അല്ലെങ്കിൽ ഭൂരിഭാഗവും ഒന്ന് ശരിയാണെന്നൊന്ന് തെളിഞ്ഞായിരുന്നെങ്കിൽ. ഇത് എല്ലാവരും പറഞ്ഞ ആദ്യ കഥ തന്നെ പൊളിഞ്ഞു ഇല്ലേ? പുള്ളിയും ഭാര്യയും വേർപിരിഞ്ഞൊന്നും അല്ല. അവരവരുടെ ബിസിനസ്സിൻ്റെ കാര്യമായിട്ട് പോയി തിരിച്ച് അവരുടെ വീട്ടിൽ തന്നെ വരുന്നത്. ഇവരെല്ലാവരും ഒരു വീട്ടിലാണ് നിൽക്കുന്നത്. കേട്ടില്ലേ? ഞാനല്ല പറഞ്ഞത്, പുള്ളിയുടെ ഭാര്യയും മോളും തന്നെ പറയുന്നത്. അപ്പോൾ ചുമ്മാ കല്ലെടുത്തെറിയാൻ നിൽക്കണ്ട കേട്ടോ. പ്രത്യേകിച്ച് ഒരു പുരുഷനായതുകൊണ്ട് വെറുതെ അങ്ങോട്ട് കല്ലെറിയാൻ നിൽക്കണ്ട, തെളിയട്ടെ. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.